ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് റെസ്പിറേറ്ററി സിസ്റ്റം. എന്താണ്? റെസ്പിറേറ്ററി സിസ്റ്റമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ നമുക്കറിയാവുന്ന പ്രോസസ്സാണല്ലേ നമ്മുടെ ബ്രീത്തിങ് പ്രോസസ്സ്. നമുക്കറിയാവുന്ന പ്രോസസ്സാണ്. അത് ഏത് സിസ്റ്റത്തിലൂടെയാണ് നടക്കുന്നത്? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. ആ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോസസ്സാണ് എന്ത്? റെസ്പിറേഷൻ. ആ റെസ്പിറേഷന് സഹായിക്കുന്ന പാർട്സ്, ഫങ്ഷൻ, അവയുടെ ഇമ്പോർട്ടൻസ്, അവയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. എന്താണ്? റെസ്പിറേറ്ററി സിസ്റ്റം എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നോക്കിയാൽ ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ മെയിനായിട്ടുള്ളത് എന്താണ്? നോസ്, മൗത്ത്, ട്രക്കിയ, ബ്രോങ്കിയൽ ട്യൂബ്സ്, ലങ്സ്, ഡയഫ്രം. ഇതൊക്കെയാണ് മെയിൻ പാർട്സ്. വേറെയും പാർട്സുകളുണ്ട്. മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നോസ്, മൗത്ത്, ട്രക്കിയ, ബ്രോങ്കിയൽ ട്യൂബ്, ലങ്സ്, ഡയഫ്രം. ഇനി ഫങ്ഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് സപ്ലൈസ് ബോഡി വിത്ത് ഓക്സിജൻ ആൻഡ് ഡിസ്പോസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതെന്ത് സപ്ലൈ ചെയ്യും? ഓക്സിജനെ സപ്ലൈ ചെയ്യും. ബോഡിക്ക് വേണ്ടുന്ന ഓക്സിജനെ സപ്ലൈ ചെയ്യും. അത് മാത്രമാണോ? കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്യുന്നത് ആരാ? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. ആൻഡ് ഇറ്റ് ഫിൽറ്റേഴ്സ് ഇൻസ്പയർഡ് എയർ. ഇൻസ്പയർഡ് എയറിനെ ഫിൽറ്റർ ചെയ്യുന്നതും കൂടെ ആരാ? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് സൗണ്ട്. ഇറ്റ് കണ്ടെയ്ൻ റിസപ്റ്റേഴ്സ് ഫോർ സ്മെൽ, റിഡ്സ് ദ ബോഡി ഓഫ് സം എക്സസ് വാട്ടർ ആൻഡ് ഹീറ്റ്, ഹെൽപ്പ് റെഗുലേറ്റ് ബ്ലഡ് pH. അതായത് ഇത് ബോഡിക്ക് വേണ്ടുന്ന ഓക്സിജനെ സപ്ലൈ ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്യും, ഇൻസ്പയർഡ് ആയിട്ടുള്ള എയറിനെ ഫിൽറ്റർ ചെയ്യും, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. റിസപ്റ്റേഴ്സ് ഉള്ള സ്മെല്ലിനെ അറിയാനുള്ള റിസപ്റ്റേഴ്സിനെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസപ്റ്റേഴ്സ് എവിടെ അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുണ്ട്. റിഡ്സ് ദ ബോഡി ഓഫ് സം എക്സസ് വാട്ടർ ആൻഡ് ഹീറ്റ്. അത് മാത്രമല്ല, നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന എക്സസ് വാട്ടറും ഹീറ്റും ഒക്കെ റിഡ്സ് ചെയ്യുന്നതും ആരാ? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. ആൻഡ് ഇറ്റ് റെഗുലേറ്റ് ബ്ലഡ് pH. ബ്ലഡിലുള്ള pHനെ റെഗുലേറ്റ് ചെയ്യുന്നതും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേഷനിൽ അല്ലെങ്കിൽ ബ്രീത്തിങ് പ്രോസസ്സ് കൺസിസ്റ്റ് ഓഫ് 2 phases. ബ്രീത്തിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് 2 phases, 2 സൈക്ലിക് ഫേസസ് അടങ്ങിയതാണ്. ഒന്ന് ഇൻഹലേഷനും 2 എക്സലേഷനും. ഇൻഹലേഷനെ എന്തെന്നും കൂടെ പറയും? ഇൻസ്പിറേഷൻ. എക്സലേഷൻ എന്തെന്നും കൂടെ പറയും? എക്സ്പിറേഷൻ എന്നുകൂടെ പറയാം. ബ്രീത്തിങ്ങിന് 2 സൈക്ലിക് ഫേസ് ഉണ്ട്. ഒന്ന് ഇൻഹലേഷൻ ആൻഡ് 2 എക്സലേഷൻ. ഇൻഹലേഷനെ എന്തെന്നും കൂടെ പറയും? ആൾസോ കാൾഡ് ഇൻസ്പിറേഷൻ. എക്സലേഷൻ ആൾസോ കാൾഡ് എക്സ്പിറേഷൻ. ആൻഡ് ഇൻഹലേഷൻ ഡ്രോസ് ഗ്യാസസ് ഇൻ ടു ദി ലങ്സ്. ഇൻഹലേഷനിൽ എന്ത് പറ്റും? ലങ്സിലേക്ക് ഗ്യാസസിനെ കടത്തിവിടും. ടു ഡ്രോസ് ഗ്യാസസ് ഇൻ ടു ദി ലങ്സ്. ആൻഡ് എക്സലേഷൻ ഫോഴ്സസ് ഗ്യാസ് ഔട്ട് ഓഫ് ദി ലങ്സ്. ലങ്സിൽ നിന്ന് പുറത്തേക്ക് ഗ്യാസിനെ പുറന്തള്ളുന്ന ആരാ? എക്സലേഷൻ. ഇനി എന്താണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ? എന്താണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ നോക്കാം. എയർ ഫ്രം ദ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ് എൻറ്റേഴ്സ് ദി നോസ് ഓർ മൗത്ത് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. അതായത് നമ്മുടെ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ നിന്നും എയർ നമ്മുടെ നോസോ അല്ലെങ്കിൽ മൗത്തിലോ എൻറ്റർ ചെയ്യും. ഇപ്പോഴാണ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ഓർ ഇൻഹലേഷൻ. ഇറ്റ് കമ്പോസ്ഡ് ഓഫ് നോസ് ആൻഡ് നോസൽ ക്യാവിറ്റി, പാരാനേസൽ സൈനസസ്, ഫാരിക്സ്, ലാരിക്സ്. എക്സ്റ്റേണൽ റെസ്പിറേഷനിൽ എന്തൊക്കെയുണ്ട്? ഇറ്റ് കമ്പോസ്ഡ് ഓഫ് നോസ് ഉണ്ട്, നേസൽ ക്യാവിറ്റി ഉണ്ട്, പാരാനേസൽ സൈനസസ് ഉണ്ട്, ഫാരിക്സ് ഉണ്ട്, ലാരിക്സ് ഉണ്ട്. ഓൾ പാർട്ട് ഓഫ് ദ കണ്ടക്റ്റിംഗ് പോർഷൻ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. എല്ലാ പോർഷനും എന്താണ്? റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് കണ്ടക്റ്റ് ചെയ്യുന്ന പോർഷനാണ്. ഇവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. നോസ്ട്രിൽ, മൗത്ത്, നേസൽ ക്യാവിറ്റി, ത്രോട്ട് അല്ലെങ്കിൽ ഫാരിക്സ്, വോയിസ് ബോക്സ് ആയ ലാരിക്സ്, ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആണല്ലോ എന്താണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ? നമ്മുടെ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ നിന്നും എയർ ഇതിലേക്കൂടെ പാസ് ചെയ്യുന്ന നമ്മുടെ നോസിലേക്ക് പാസ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. ഇനി എന്താണ് ഫാരിക്സ്? It is a common space used by both the respiratory and digestive system, commonly called the throat.
എന്താണ് പറയുന്നത്? കോമൺലി അതിനെ ത്രോട്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമൺ സ്പേസ് യൂസ്ഡ് ബൈ ബോത്ത് റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ് ഫാരിക്സ്, കോമൺലി കാൾഡ് ദി ത്രോട്ട്. It originates posterior to the nasal and oral cavity and extends inferiorly near the level of purification of the larynx and esophagus. Common pathway for both air and food. Valves are lined by mucosa and contain skeletal muscles that are primarily used for swallowing. Flexible lateral valves are disintensible in order to force swallowed food into the esophagus. ഒന്നുകൂടെ പറയാം. കോമൺ സ്പേസ് ഫോർ ദ ബോത്ത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും വേണ്ടുന്ന കോമൺ സ്പേസാണ് ഫാരിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ ത്രോട്ട് എന്നും പറയും. പോസ്റ്റീരിയർ ടു ദി നേസൽ ആൻഡ് ഓറൽ ക്യാവിറ്റി ആൻഡ് എക്സ്റ്റെൻഡ് ഇൻഫീരിയർലി നിയർ ദി ലെവൽ ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദി ലാരിക്സ് ആൻഡ് ഈസോഫാഗസ്. ഇതിൻ്റെ കോമൺ ഫാറ്റ് ഫോർ ബോത്ത് എയർ ആൻഡ് ഫുഡിനും എയറിനും വേണ്ട കോമൺ ഫാറ്റ് വേ ആണ് ഫാരിക്സ് എന്ന് പറയുന്നത്. It is a wall are lined by mucosa and contains skeletal muscle that are primarily used for swallowing. സ്വോളോയിങ്ങിന് പ്രൈമറിലി യൂസ് ചെയ്യുന്ന സ്കെൽറ്റൻ മസിലൊക്കെ അടങ്ങിയ മ്യൂക്കോസ് മെംബ്രെയിനാണ് അതിൻ്റെ വോൾസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഫ്ലെക്സിബിളാണ്, ഈസിലി ഈസോഫാഗസിൽ സ്വോളോ ചെയ്യാൻ പറ്റും. ഇനിയുള്ള അടുത്ത പാർട്ടാണ് ട്രക്കിയ. ട്രക്കിയ എന്തെന്നും പറയും? വിൻഡ് പൈപ്പ് എന്നും പറയും. എക്സ്റ്റെൻഡ് ത്രൂ ദി mediastinum and lies anterior to the esophagus and inferior to the larynx. Cartilaginous ring reinforce and provide rigidity to the tracheal wall to ensure that the trachea remains open at all time. At the level of sternal angle, trachea bifurcate into two smaller tubes called right and left primary bronchi. Each primary bronchus project laterally towards each lungs. ട്രക്കിയ എന്ന് പറയുന്നത് എന്താ? ഒരു ലോങ് ട്യൂബാണല്ലേ, നേരത്തെ പറഞ്ഞു. ഇറ്റ്സ് ലോങ് ട്യൂബ് ആൻഡ് ആൾസോ കാൾഡ് ഇസ് എ വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പ് എന്നും കൂടെ ട്രക്കിയ വിളിക്കുന്നുണ്ട്. ഇതിനെന്തുണ്ട്? കാർട്ടിലേജസ് റിങ് ഉണ്ട്. അതെന്താണ്? ഇറ്റ് ഓൾവേസ് റിമെയിൻസ് ഓപ്പൺ. ഇതെപ്പോഴും ഓപ്പണായി തന്നെ ഇരിക്കും. ഇത്രയുമാണ് ട്രക്കിയുടെ. ട്രക്കി എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ ആയിരിക്കുന്ന ലോങ് ട്യൂബാണ്. ഇറ്റ് ഇസ് എ സി ഷേപ്ഡ് ലോങ് ട്യൂബാണ്. കാർട്ടിലേജസ് റിങ്സ് കൊണ്ട് ഉണ്ടാക്കിയൊരു റിങ് പോലിരിക്കുന്നൊരു പാർട്ടാണ് നമ്മുടെ ട്രക്കിയ. ഇനി എന്താണ് ലങ്സ്? നമുക്കറിയാവുന്ന കാര്യമാണ്, ബേസ് ആയിട്ടുള്ളൊരു അറിയാവുന്ന കാര്യമാണ്. റെസ്പിറേറ്ററി ഓർഗനാണ് നമ്മുടെ ലങ്സ്. ഈച്ച് ലങ്സ് ഹാസ് എ ക്യൂണിക്കൽ ഷേപ്പ്. ഇറ്റ്സ് വൈഡ് കോൺകേവ് ബേസ് റെസ്റ്റ് upon the muscular diaphragm. Its superior region called apex projects superior to the point that is slightly superior and posterior to the clavicle. Both lungs are bordered by thoracic wall anteriorly and laterally, posteriorly, and supported by rib cage. Toward the midline, the lungs are separated from each other by the mediastinum. The relatively broad rounded surface in contact with the thoracic wall is called costal surface of the lungs. Each lung has a conical shape. Its wide concave base rests upon the muscular diaphragm. Its superior region called apex projects superior to the point that is slightly superior and posterior to the clavicle. Both lungs are bordered by the thoracic wall anteriorly, laterally, and posteriorly, supported by the rib cage. ഇനി ലങ്സിന് രണ്ട് ലെഫ്റ്റ് ലെങ്ങുണ്ട്, റൈറ്റ് ലെങ്ങുണ്ട്. ലെഫ്റ്റ് ലെങ്ങുണ്ട്, റൈറ്റ് ലെങ്ങുണ്ട്. എന്താണ് ലെഫ്റ്റ് ലെങ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് ലെങ്സ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഡിവൈഡ്സ് ഇൻ ടു ടു ലോബ്സ് ബൈ ഒബ്ലിക് ഫിഷർ സ്മാളർ ദാൻ ദ റൈറ്റ് ലെങ്. കാർഡിയാക് നോച്ച് അക്കോമഡേറ്റ്സ് ദ ഹേർട്ട്. Right lung divided into three lobes by oblique and horizontal fissure, located more superiorly in the body due to the liver on the right side. ഇത്രയുമാണ് ലങ്സ്. ലെഫ്റ്റ് ലങ്ങും ഉണ്ട്, റൈറ്റ് ലെങ്സും ഉണ്ട്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഹേർട്ടിനെ പൊതിഞ്ഞ് പെരികാർഡിയം ഉള്ളതുപോലെ നമ്മുടെ ലങ്സിനെ പൊതിഞ്ഞത് കാണപ്പെടും പ്ലൂറ കാണപ്പെടും. Pleura is the outer surface of the each lung and the adjacent internal thoracic wall aligned by serous membrane called pleura. The outer surface of each lung is tightly covered by visceral pleura.
while the internal thoracic walls, the lateral surface of the mediastinum, and the superior surface of the diaphragm are lined by parietal pleura. The parietal and visceral pleural layers are continuous at the helix of each length. Pleural cavities. Pleural cavity is the potential safe space between the serous membrane layers is a pleural cavity. The pleural membrane produces a thin serous pleural fluid that circulates in the pleural cavity and acts as a lubricant, ensuring minimal friction during breathing. Pleural effusion എന്ന് വെച്ചാൽ എന്താ? Pleurites with too much fluid. ഇനി എന്താണ് ബ്രീത്തിങ് എന്ന് ചോദിച്ചാൽ ബ്രീത്തിങ് എങ്ങനെയാണ് നടക്കുന്നത്? ലങ്സ് ആർ സീൽഡ് ഇൻ ദി പ്ലൂറൽ മെംബ്രെയിൻ ഇൻസൈഡ് ദ ചെസ്റ്റ് ക്യാവിറ്റി. നമുക്കറിയാം. അറ്റ് ദ ബോട്ടം ഓഫ് ദി ക്യാവിറ്റി ഈസ് ലാർജ് ദാറ്റ് ഫ്ലാറ്റ് മസിൽ നോൺ ആസ് ഡയഫ്രം. ഡയഫ്രത്തിൻ്റെ റിലാക്സും കൺട്രാക്ഷനുമാണ് നമ്മുടെ ബ്രീത്തിങ് പ്രോസസ്സ് നടക്കുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഡ്യൂറിങ് ഇൻഹലേഷൻ്റെ സമയത്ത് ഡയഫ്രം കോൺട്രാക്റ്റ് ചെയ്യും, റിബ്സ് എന്ത് ചെയ്യും? റേസ് ചെയ്യും. അങ്ങനെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ വോളിയം എക്സ്പാൻഡ് ചെയ്യും. ചെസ്റ്റ് ക്യാവിറ്റി സീൽഡ്, സോ ദിസ് ക്രിയേറ്റ് എ പെരിറ്റിയൽ vacuum inside the cavity. Atmosphere pressure fills the lungs as air rushes into the breathing passage. ഇത്രയുമാണ് നമ്മുടെ റെസ്പിറേഷനിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു? ബ്രീത്തിങ് പഠിച്ചു, പ്ലൂറ, ലങ്സ്, 2 ലങ്സ് ഉണ്ടെന്ന് പഠിച്ചു, ലങ്സിൻ്റെ ഫങ്ഷൻ പഠിച്ചു, ട്രക്കേ എന്താണെന്ന് പഠിച്ചു, ട്രക്കേ വിൻ പൈപ്പ് എന്ന് പറയുമെന്ന് പഠിച്ചു, ഫാരിക്സിനെ ത്രോട്ട് എന്നും പറയുമെന്ന് പഠിച്ചു, എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്താണെന്ന് നോക്കി, ഫങ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം നോക്കി. ഇത്രയുമാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലും മെയിനായിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.